വൈകുന്നേരം കാട്ടോപ്പിൽ നിന്നും ഒന്ന് കയറി കൂടുന്ന കാര്യം. ഇനി ഇടിച്ചു കൂട്ടിക്കയറി ഡോമ്പൂരിൽ ഇറങ്ങിയാലോ വീട്ടിലോട്ട് പോകാൻ ഓട്ടോക്കാരുടെ കാര്യം പിടിക്കണം. വീട്ടിൽ ചെന്ന് ഇങ്ങനെയുള്ളതൊക്കെ എടുത്തു പറിക്ക് വന്നപ്പോഴേക്കും താമസിച്ചു പോയി. ആ പറഞ്ഞ പോലെ ആഹാരം കഴിച്ചിട്ട് വേണമല്ലോ കുഞ്ഞിന് വൈകിട്ടത്തെ മരുന്ന് കൊടുക്കാനല്ലേ. ഉള്ള കാര്യം പറഞ്ഞല്ലോ, ഈ മലയാളി നഴ്സുമാർക്ക് ഒരു പ്രത്യേക കെയറിങ്ങും സ്നേഹവും ഒക്കെ ഉണ്ട് കേട്ടോ. ആ മോനെ കഴിക്കേ വേണമെന്നാ അപ്പ ഇവിടെ കൂട്ടില്ലെന്നോ. എന്നാ അപ്പ വായത്തിന് കേട്ടോ. ആ കഴിച്ചു. പാട്ട് പാടണമെന്നോ? ഏത് പാട്ട്? ഓ ആ പാട്ട് പാടിത്തരാം കേട്ടോ. പുന്നാരത്തേനെ നിന്നേനിഷ്ടം പോലും എന്നെ കൊണ്ടാവുമ്പോഴെല്ലാം ഞാൻ ചെയ്യാം. ഉറങ്ങി. എന്തോരം മരുന്ന ആ പിഞ്ചു ശരീരത്തിലോട്ട് കയറുന്നത്. കല്യാണം കഴിഞ്ഞ് 15 കൊല്ലങ്ങൾക്ക് ശേഷം ഒരുപാട് പ്രാർത്ഥിച്ച് നേർച്ച നേർന്നു ഞങ്ങൾക്ക് കിട്ടിയ ദൈവത്തിന്റെ ദാനമാണിത്. 8 വർഷങ്ങൾക്ക് മുന്നേ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ ശ്വാസം അടക്കി പിടിച്ചു നിന്ന എൻ്റെ കൈകളിലേക്ക് തുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞുവാകെ തന്നപ്പോൾ സന്തോഷം നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ ആ നേഴ്സിനെ നോക്കി. പിന്നാലെ വന്ന ഡോക്ടർ എൻ്റെ തോളിൽ പിടിച്ചിട്ട് പറഞ്ഞു, "We tried our maximum level. I am sorry." എൻ്റെ റോസക്കുട്ടി പോയി അല്ലേ സാറേ. എൻ്റെ മോനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ആർക്കും. മാരക രോഗമാണ്, ഇനിയും ദിവസങ്ങളില്ല എന്നൊക്കെ ഇവിടെ ആരോ അടക്കം പറയുന്നത് ഞാൻ ഇന്നലെ കേട്ടു. നീ അവിടെ ഇരുന്ന മാതാവിനോട് പറയണം, നമ്മുടെ കുഞ്ഞിനൊന്നും വരുത്തരുതെന്ന്. എന്റെ കുഞ്ഞിനൊന്നും വരില്ല, ഒന്നും വരില്ല, ഒന്നും വരില്ല, ഒന്നും വരുത്തരുതേ എന്റെ മാതാവേ.